ഉറക്കമായിരുന്നൊരു നാടിനെ കുത്തിയൊലിച്ചു വന്ന മണ്ണും മഴയും കൂടി വിഴുങ്ങിയിട്ട് മണിക്കൂറുകൾ മാത്രമാണ് കഴിയുന്നത്. 13 മണിക്കൂറിന് ശേഷമാണ് അപകട സ്ഥലത്തേക്ക് എത്താൻ കഴിഞ്ഞതെങ്കിലും കേവലം 7 മണിക്കൂർ കൊണ്ട് അപ്പുറത്തെ കരയിൽ രക്ഷാകരം തേടിയിരുന്ന മനുഷ്യരെ ഇപ്പുറത്തെത്തിച്ചു. പ്രതിസന്ധിയായി എത്തിയ മഴയെയും കാഴ്ചമറഞ്ഞ മഞ്ഞിനെയും വെല്ലുവിളിച്ച് കുത്തിയൊലിച്ച ചൂരൽമലപ്പുഴ കടന്ന് ആശ്വാസ തീരത്തേക്ക്. ഉറക്കമില്ലാത്തൊരു രാത്രി. ക്ഷീണിതരെങ്കിലും ഉറ്റവരെവിടെയെന്നറിയാതെ വ്യാകുലരായി കാത്തിരിപ്പായിരുന്നു ആ നാട്ടിലെ ജനങ്ങൾ. രക്ഷാദൌത്യ സംഘത്തിനൊപ്പം 24 സംഘവും ദൌത്യമേഖലയിലേക്ക്. ചെളിയും വെള്ളവും നിറഞ്ഞ മേഖലയിൽ നിന്ന് തത്സമയ വിവരങ്ങൾ നാടിനെ അറിയിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഹൃദയം തകർക്കുന്ന കാഴ്ചകളാണ് ഈ ദുരന്ത ഭൂമിയിലൂടെ നടക്കുമ്പോൾ നമുക്ക് എവിടെയും കാണാൻ കഴിയുന്നു. ധാരാളം പാടികളുണ്ട്, തോട്ടമേഖലയാണ്, ധാരാളം മനുഷ്യരുണ്ട്. അവരൊക്കെ എവിടെ എന്നുള്ളതിന്റെ കൃത്യമായ കണക്കുകൾ പോലും ലഭ്യമല്ല എന്നുള്ളതാണ്. ഈ മൃതദേഹങ്ങൾ വീണ്ടെടുത്തു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ആളുകളെ റെസ്ക്യൂ ചെയ്തെത്തിക്കുന്നതിലും കേരള ഫയർഫോഴ്സ് നിർണായകമായ പങ്കാണ് വഹിച്ചിട്ടുള്ളത്. 7 മണിയോടെ സൈന്യത്തിന്റെ തെരച്ചിലിന് തുടക്കം. 4 ആൾ പൊക്കത്തിൽ പാലം വേണം. മണ്ണുമാന്തി യന്ത്രവും മറ്റാധുനിക സജ്ജീകരണങ്ങളും എത്തിക്കാൻ മറ്റു മാർഗങ്ങൾ ഇല്ലെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മണ്ണിലേക്കിറങ്ങിയത് മനുഷ്യരാണ്. നാല് സംഘങ്ങളായി തിരിഞ്ഞ് തിരച്ചിൽ. മുണ്ടക്കൈ ഭാഗത്തു നിന്നും ആരംഭിച്ച് നാടിന്റെ ഉള്ളുപൊട്ടലിന്റെ ഉത്ഭവസ്ഥാനത്തേക്ക്. മുന്നോട്ടുള്ള തെരച്ചിൽ അതീവ ദുഷ്കരം. പോകും വഴിയെല്ലാം പ്രതിസന്ധികളേറെ. നടന്നു പോകുന്ന ചെളിവഴികളിലെല്ലാം ഉറ്റവരെ തേടി ജനങ്ങളും ദൗത്യസംഘത്തിനൊപ്പം ചേർന്നു. മണ്ണ് മുഴുവൻ മൂടിയ വീടുകളുടെ മേൽക്കൂര പൊളിച്ചും തുറന്നും രക്ഷാപ്രവർത്തനം. അതിനുള്ളിലെ കാഴ്ചകളിൽ കണ്ണീരടക്കാനാകാതെ രക്ഷാപ്രവർത്തകരും. ട്രീ വാലി റിസോർട്ടിൽ അവശേഷിച്ച 19 പേരെയും സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റി. ജീവിത സമ്പാദ്യങ്ങൾ തരിമ്പ് പോലും ബാക്കിയാക്കാതെ പ്രകൃതി തൂത്തെറിഞ്ഞെന്നോ ഒരു രാത്രി കൊണ്ട് അനാഥമായെന്നോ പോലും തിരിച്ചറിയാനാകാത്ത വിധം മരവിച്ചുപോയ ഒരു കൂട്ടം മനുഷ്യർ. രക്ഷാകരം പിടിച്ച് ജീവിതത്തിലേക്ക് തിരികെ നടക്കുമ്പോഴും അവരുടെ കണ്ണിൽ ബാക്കിയായത് ജീവനായിക്കേണ്ടവരുടെ കരച്ചിലാണ്. പ്രാണന്റെ തുടിപ്പുള്ള എല്ലാം മറുകരയിലെത്തിക്കാൻ ഊർജിത ശ്രമം. ഉടമകൾ എവിടെയെന്നറിയാതെ നടന്ന മിണ്ടാപ്രാണികളെ കയറിൽ ചേർത്ത് വെച്ച് കരയ്ക്കെത്തിച്ചു. മനുഷ്യരോടൊപ്പം ദുരന്തമുഖത്ത് മണ്ണിലടിഞ്ഞവരെ കണ്ടെത്താൻ സ്നിഫർ ഡോഗുകളും. അങ്ങനെ സാധ്യമായതെല്ലാം ചേർത്ത് പിടിച്ച് ഊർജിതമായ രക്ഷാപ്രവർത്തനം. ഭക്ഷണവും വെള്ളവുമില്ലാതെ ദുരന്തമുഖത്ത് രക്ഷാപ്രവർത്തനം നടത്തിയവർക്ക് ഭക്ഷണവുമായി വ്യോമസേനയുടെ ഹെലികോപ്റ്റർ. ഉരുളെടുത്ത മുണ്ടക്കയിൽ നിന്ന് ഉരുൾപൊട്ടലിന്റെ ഭയാനതകൾ അത്രയും നിറഞ്ഞ പുഞ്ചിരിമട്ടത്തേക്കുള്ള ചൂടുകളിൽ ഓരോന്നും അതീവ ജാഗ്രതയോടെ. അരയോളം ചെളിയിൽ പൂണ്ടുപോകുന്നിടത്ത് കിടന്നും കൈകൾ കുത്തി ഇഴഞ്ഞും സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനം. അതിജീവിച്ചതിന്റെ ആശ്വാസമില്ല. ആയുഷ്കാല സമ്പാദ്യം നഷ്ടപ്പെട്ടതിന്റെ നിരാശയില്ല. ഉറ്റവർ ഇനിയില്ല എന്ന തീരാ നോവ് മാത്രം. ഇനിയും കണ്ടുകിട്ടിയിട്ടില്ലാത്തവർ സുരക്ഷിതമായി എവിടെയെങ്കിലും ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ തെല്ലാശ്വാസം കണ്ടെത്താൻ ശ്രമിക്കുന്നവർ മാത്രം. ഭൂപടത്തിൽ നിന്നില്ലാതായ മുണ്ടക്കൈ മലയാളിക്കരയുടെ എക്കാലത്തെയും തീരാ നോവാകും. ന്യൂസ് ഡെസ്ക് 24. അതിൽ സംശയമില്ലാതെ കേരളത്തിന്റെ തീരാനോവായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇതിനോടകം മുണ്ടക്കൈ. അവിടെയുള്ള ഈ വലിയ ദുരന്തം അത് ബാക്കി വെച്ചത് ഇതാ ഈ ദൃശ്യങ്ങൾ മാത്രമാണ്. ഈ രീതിയിൽ ഒരു നാടൊന്നാകെ, മുണ്ടക്കൈ, ചുരുൽമല, അട്ടമല തുടങ്ങിയ മേഖലകൾ ഒന്നാകെ ഈ മലവെള്ളപ്പാച്ചിലിൽ ഒരു
ദുരന്തഭൂമിയായി മാറിയിരിക്കുന്നു, ഒരു ചാവുനിലമായി മാറിയിരിക്കുന്നു. മണ്ണിൽ കുടുങ്ങിയ നിലയിൽ, മണ്ണിൽ പുതഞ്ഞ നിലയിൽ ഒരുപാട് മൃതദേഹങ്ങൾ ഇന്നും കണ്ടെടുത്തു. ചാലിയാർ വഴി ഒഴുകി വരുന്നത് ഒരുപാട് മൃതശരീര ഭാഗങ്ങളാണ്. ഒരുപാട് കാഴ്ചകൾ അങ്ങനെയും നമ്മളെ വേദനിപ്പിച്ചു. ഇന്ന് അത് നാളെയും അത്തരം കാഴ്ചകൾ തന്നെയാകും ഉണ്ടാവുക എന്ന വളരെ ദുഃഖകരമായ സൂചനകൾ ഇപ്പോഴും ഈ ഘട്ടത്തിലും വന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഏറ്റവും ഒടുവിൽ ചില അറിയിപ്പുകൾ കൂടി വരുന്നു. ഇടുക്കിയിൽ നിന്നുള്ള അറിയിപ്പ് ഇതാണ്. ഇടുക്കിയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജില്ലയിൽ ശക്തമായ മഴയും കാറ്റും തുടരുന്ന പശ്ചാത്തലത്തിലാണ് ഈ അപകട സാധ്യതകൾ ഒഴിവാക്കാൻ വേണ്ടി നാളെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ നാളെ വ്യാഴാഴ്ച അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ എറണാകുളത്തും അവധിയുള്ളതായി ജില്ലാ കളക്ടർ അറിയിക്കുന്നുണ്ട്. മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ ജില്ലയിലെ അങ്കണവാടികൾ, പ്രൊഫഷണൽ കോളേജുകൾ, സ്വകാര്യ ട്യൂഷൻ സെന്ററുകൾ അടക്കമുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും വ്യാഴാഴ്ച ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അങ്ങനെ കൂടുതൽ ജില്ലകൾ അവധി പ്രഖ്യാപിക്കുന്നുണ്ട്. മോശം കാലാവസ്ഥ എന്നത് പ്രത്യേകം ശ്രദ്ധയിൽപ്പെടുത്തുക. മാത്രമല്ല, നേരത്തെ അറിയിപ്പ് ലഭിച്ച പ്രകാരം മാറി താമസിക്കേണ്ട ഇടങ്ങളിൽ നിന്നും തീർച്ചയായിട്ടും അത്തരം നിർദ്ദേശങ്ങൾ ലഭിച്ചിട്ടുള്ളവർ ഒരു കാരണവശാലും അവിടെ തുടരരുത്. മാറി താമസിക്കേണ്ടത് അത് അത്യാവശ്യമാണ്. കാരണം മഴ കനക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച ഇടത്താണ് ഈ രീതിയിൽ അതിഘോരമായി വലിയ അസാധാരണമായ മഴയുണ്ടായതും ഈ വലിയ ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായതും. അപ്പോൾ പ്രതീക്ഷിക്കാവുന്നതിലും അപ്പുറം ഒരുപക്ഷെ മഴയുണ്ടായേക്കാം. അത് അപകടങ്ങൾക്ക് ഇടയാക്കിയേക്കാം. അതുകൊണ്ട് വളരെ ജാഗ്രത പുലർത്തുക എന്ന കാര്യം പ്രത്യേകം പറയേണ്ടതില്ല എന്ന് ഒരിക്കൽ കൂടി ഓർപ്പിക്കുകയാണ്. ഒരു പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ വയനാട് ജില്ലാ കളക്ടർ അറിയിച്ചതാണ്. ചില പ്രദേശങ്ങൾ എടുത്തു പറയേണ്ടതുണ്ട്. കുറുമ്പാലക്കോട്ട, ലക്കിടി, മണിക്കുന്നുമല, മുട്ടിൽ, കോൽപ്പാറ കോളനി, കാപ്പിക്കളം, സുഗന്ധഗിരി, പൊഴുതന ഈ പ്രദേശങ്ങളിൽ അതീവ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നു. അപകട ഭീഷണി ഉള്ളതിനാൽ ക്യാമ്പിലേക്ക് മാറാൻ ആവശ്യപ്പെട്ടുള്ളവർ എത്രയും വേഗം ആ താമസ സ്ഥലത്തു നിന്നും ക്യാമ്പുകളിലേക്ക് മാറണം എന്നും കലക്ടർ അറിയിച്ചു. തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാരും വില്ലേജ് ഓഫീസർമാരും വേണ്ട നടപടികൾ സ്വീകരിക്കണം. അവരോടുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ സഹായങ്ങൾ ലഭിക്കും. അത് നിർദ്ദേശമായി കലക്ടർ നൽകിയിട്ടുമുണ്ട് എന്ന കാര്യം വരുന്നു. അങ്ങനെ നിർദ്ദേശങ്ങൾ ലഭിച്ച ആൾക്കാർ ഒരു കാരണവശാലും അവിടെ ഒരു അമാന്തവുമില്ലാതെ പോകണം എന്ന കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ശ്രീകാന്ത് ചെയ്യുന്നുണ്ട് മുണ്ടക്കയിൽ നിന്നും പുതിയ വിവരങ്ങളുമായി. ശ്രീകാന്ത്, നമ്മൾ ഇതിനോടൊപ്പം തന്നെ പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. സമാനതകളില്ലാത്ത ഒരു വലിയ ദുരന്തമുണ്ടായി. രക്ഷാപ്രവർത്തനവും അതേ രീതിയിൽ നടക്കുന്നു. പക്ഷേ ഇങ്ങനെ ഒരു ദുരന്തം അത് മുൻപ് കേരളത്തിൽ ഉണ്ടായിട്ടില്ല. ഇത്രയും വലിയ പ്രദേശത്ത് ഉരുൾപൊട്ടി എത്തുകയും അത് പാടെ തകർത്ത് കളയുകയും ചെയ്യുന്ന ഒരു ദേശത്തെ ഒന്നാകെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ 2 ദിവസമായി, 2 പകലുകളായി. ഇപ്പോൾ ഒരു രാത്രി കൂടി കഴിയാൻ പോകുന്നു. ഒരു രാത്രിയിലേക്ക് നമ്മൾ പോവുകയാണ്. ഈ സമയത്തും ഈ ബെയിലി പാലം നിർമ്മാണം അത് അതീവ പ്രധാനപ്പെട്ടതാണ്. ഈ രക്ഷാദൗത്യത്തിന്, സംഘത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പോക്കുവരവിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതിന്റെ പണി ഏതാണ്ട് പൂർത്തിയാവാൻ ആയിട്ടുണ്ടോ? നാളെ രാവിലെ നടക്കുന്ന ദൗത്യം, അതിന്റെ തെരച്ചിൽ, അതിന് വിശദാംശങ്ങൾ. പ്രജിൻ, ഇന്ന് രാത്രി അവസാനിക്കാൻ പോവുകയാണ്. ഏറ്റവും ഒടുവിലായി വരുന്ന കണക്ക് 282 പേർ മരിച്ചു എന്നുള്ളതാണ്. ഒരു മിന്നൽ പിണർ നെഞ്ചിലൂടെ പാഞ്ഞു പോകുന്ന ഒരു ഫീലാണ് ഇപ്പോൾ വന്നത്. ഈ ഏറ്റവും ഒടുവിലായി വന്ന ആ കണക്ക് കേൾക്കുമ്പോൾ നെഞ്ച് പിടയുന്ന കണക്ക് എന്ന് തന്നെ പറയേണ്ടി വരും. ഇതിനു മുൻപ് മറ്റനേകം ദുരന്തങ്ങൾ, പ്രശ്നങ്ങൾ എല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ഒരു സ്ഥലത്ത് ഇപ്പോഴുണ്ടായ ഈ ദുരന്തം, ഇതിന് സമാനമായതൊന്നും ഇതിനു മുൻപ് ഈ കേരളക്കര കണ്ടിട്ടുണ്ടാകില്ല എന്നുള്ളതാണ് പ്രജിൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് ഞാൻ ആ മുണ്ടക്കയിലായിരുന്നു. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉണ്ടായത്. മുണ്ടക്കൈ എന്നൊരു പേര് മാത്രമേ ഇന്ന് അവിടെ അവശേഷിക്കുന്നുള്ളൂ. അതിനപ്പുറം അവിടെ യാതൊന്നും തന്നെയില്ല. ഒരു ഗ്രാമം ഒന്നാകെ ഒലിച്ച് മുകൾ ഭാഗത്തു നിന്നും പുഞ്ചിരിമുട്ടിൽ നിന്നും നേരെ താഴേക്ക് വന്ന് മുണ്ടക്കൈ എടുത്ത് ചൂരൽമലയിലേക്ക് വന്നിറങ്ങി ചൂരൽമലയുടെ ഒരു ഭാഗം മുഴുവൻ കവർന്ന് നേരെ താഴേക്കൊലിച്ചു പോയ ഒരു രംഗമാണ് അവിടെ കാണാൻ സാധിച്ചത്. ഇനി മുണ്ടക്കൈ ഇല്ല എന്നുള്ളത് അംഗീകരിക്കേണ്ടി വരുന്നു. ആ പ്രദേശത്ത് പോകുമ്പോൾ ഏത് നിമിഷവും ഇടിഞ്ഞു വീഴാറായ 2 കുന്നുകൾ അപ്പുറവും ഇപ്പുറവും, നടുക്കുകൂടി ഒരു ചെറുപുഴ ഇങ്ങനെ ഒഴുകുന്നു. ആ ഒരു അവസ്ഥയിലാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. രക്ഷാദൗത്യം എന്ന് പറയുമ്പോൾ ഇന്ന് രാവിലെ നടന്നത് മാനുവലായി നടത്തിയ, മനുഷ്യൻ സ്വന്തം അത്യധ്വാനം കൊണ്ട് മാത്രം ഈ മണ്ണും ചെളിയും ഒക്കെ മാറ്റി അവിടെ നിന്ന് മൃതദേഹങ്ങളൊക്കെ കണ്ടെടുക്കുന്ന ഒരു തരത്തിലുള്ള തെരച്ചിലായിരുന്നു ഇന്ന് നടന്നത്. ഇന്ന് ഉച്ച കഴിഞ്ഞ് പക്ഷേ വലിയ തോതിൽ പ്രതിഷേധവും പ്രശ്നങ്ങളും ഒക്കെ ആ മേഖലയിൽ ഉണ്ടായതോടെ കൂടുതൽ JCBയും ഹിറ്റാച്ചിയും അങ്ങോട്ടേക്ക് കടത്തിവിട്ടു. അതിന്റെ സഹായത്തോടു കൂടി കോൺക്രീറ്റ് പാളികളൊക്കെ മാറ്റി തെരച്ചിൽ ആരംഭിക്കുകയും ചെയ്തു. 24 മൃതശരീരങ്ങൾ ഇന്ന് മാത്രം അവിടെ നിന്നും കണ്ടെടുത്തു. പ്രജിൻ, എന്ന് പറയുമ്പോൾ ഓർക്കണം എത്രത്തോളം ഒരു ഭീതിജനകമായ അന്തരീക്ഷം അവിടെ ഉണ്ടായി എന്ന്. ഇനിയും മനസ്സിലാക്കാനുള്ളത്, അവിടെ പുഞ്ചിരിമുട്ടയിൽ ഉണ്ടായിരുന്ന
പല വീടുകളും ഇന്നവിടെയില്ല. അടിത്തറ പോലും ഇല്ലാത്ത വണ്ണം എടുത്തുകൊണ്ടുപോയിരിക്കുകയാണ്. അവിടെയൊക്കെ ഉണ്ടായിരുന്ന ആളുകൾ എവിടെ എന്ന് സംബന്ധിച്ച് ഇപ്പോഴും അറിവില്ല. ആ മണ്ണിനടിയിൽ, ആ കല്ലിനടിയിൽ, ആ മരത്തിനടിയിൽ എവിടെയെങ്കിലുമൊക്കെ ശ്രീകാന്ത് ഇപ്പോൾ അവിടെ ഈ മുണ്ടക്കയിൽ ഈ ദൗത്യസംഘത്തിനൊപ്പം പോയതാണ്, അവരുമായി സംസാരിച്ചതാണ്, അവിടെ നിന്ന് തത്സമയ റിപ്പോർട്ടുകൾ നൽകിയതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദൃശ്യങ്ങൾ അത് നമ്മൾ നേരിട്ട് കണ്ടു. അതിന്റെ ഉത്ഭവസ്ഥാനത്തടക്കം ഏതാണ്ട് അതിനോടടുത്ത് ശ്രീകാന്ത് ഇന്ന് പോയിരുന്നു. നമ്മുടെ ക്യാമറ സംഘത്തോടൊപ്പം തന്നെയാണ് ശ്രീകാന്ത് പോയത്. അപ്പോൾ അതിലെ ഭീതിപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ നമ്മൾ ഇന്ന് കണ്ടിരുന്നു ആ റിപ്പോർട്ടിൽ. അത് നേരിൽ കണ്ടപ്പോൾ എന്ത് തോന്നി ശ്രീകാന്ത്? പ്രജിൻ, ഒരു തരം നിർവികാരതയോടുകൂടിയാണ് ആ പ്രദേശത്ത് നിൽക്കുന്നത്. കാരണം ആ പുഞ്ചിരിമുട്ട എന്ന് പറയുന്ന സ്ഥലം, അവിടെ നിന്നും ഒന്ന് നോക്കിയാൽ കാണാം വലിയ മല, വലിയൊരു മല. അവിടെ നിന്നും അടർന്നിറങ്ങുകയാണ് മണ്ണ്. വലിയ തോതിൽ കല്ലും കമ്പും മരങ്ങളും ഒക്കെ കടപുഴകിക്കൊണ്ട് വെള്ളവും മണ്ണും എല്ലാം കൂടിക്കലർന്ന് ഒഴുകി വന്ന് ആളുകളുടെ വീടുകൾക്കുള്ളിലേക്ക് ഇടിച്ചു കയറി ഒന്ന് ഓടി രക്ഷപ്പെടാൻ പോലും ആളുകൾക്ക് സാധിക്കാത്ത തരത്തിൽ അവരെയും എടുത്തുകൊണ്ട് പോരുന്ന ഒരു സാഹചര്യം ഒന്ന് സങ്കല്പിച്ചു നോക്കൂ പ്രജിന. അവിടെ നിൽക്കുമ്പോൾ ആ ഒരു സാഹചര്യമാണ് ഞങ്ങൾ സങ്കല്പിച്ചത്. ഏതാണ്ട് 13 മൃതദേഹങ്ങൾ ആ പുഴയ്ക്ക് കരയ്ക്ക് നിന്നായി കണ്ടെടുക്കുകയും ചെയ്തിരുന്നു. ഒരു കാര്യം ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടത്, എനിക്കിനിയും ഈ രാത്രി അവസാനിക്കുമ്പോഴും കണ്ണിൽ നിന്നും മനസ്സിൽ നിന്നും മായാത്തതൊരു 4 വയസ്സുള്ള കുഞ്ഞിന്റെ മൃതശരീരം, ഛിന്ന ഭിന്നമായ മൃതശരീരം അവിടെ നിന്നും ഈ ഫയർഫോഴ്സ് സംഘം കണ്ടെടുത്തതാണ്. അത് കണ്ടെടുത്ത് അതാ ഒരു കുഞ്ഞു കമ്പിളിയിലേക്ക് പൊതിയുമ്പോൾ ആ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥന്റെ കൈ വിറയ്ക്കുന്നുണ്ടായിരുന്നു. അത് നേരിട്ട് കാണാൻ കഴിയുമായിരുന്നു. ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ കുഞ്ഞിനെ ഓർമ്മ വന്നിട്ടുണ്ടാകാം. എന്തോ ആ ഒരു 4 വയസ്സുള്ള കുഞ്ഞിന്റെ ശരീരമാണ്. ഛിന്ന ഭിന്നമായ നിലയിലാണ് അത് കിട്ടിയത്. അത്തരത്തിൽ നിരവധി മൃതദേഹങ്ങൾ കിട്ടി. അരയ്ക്ക് താഴേക്ക് മാത്രം കിട്ടിയ മൃതദേഹം ഈ മുണ്ടക്കയിലുണ്ടായിരുന്നു. അങ്ങനെ നിരവധി ആളുകളെ ഇനിയും കാണാത്ത ഒട്ടനേകം പേരുണ്ട്. ഒരു മനുഷ്യൻ അവിടെ, നാസർ എന്ന ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ ആകെ 5 പേർ, അദ്ദേഹത്തെയും കൂടെ കൂട്ടി 4 പേർ ഈ മണ്ണിനടിയിൽ, ഈ ഉരുൾപൊട്ടലിൽ മരിച്ചുപോയി. അദ്ദേഹം മാത്രം ബാക്കിയായി. അദ്ദേഹം പാലക്കാട് വേറൊരിടത്തായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം അവശേഷിച്ചു. ബാക്കി ആ കുടുംബത്തിലെ 4 പേരും മരിച്ച് ഹതാശയനായി ആ തകർന്നു വീണ വീടിന് മുന്നിൽ ഓരോ മൃതദേഹവും ഇങ്ങനെ രക്ഷാപ്രവർത്തകർ അവിടെ നിന്നും പെറുക്കിയെടുക്കുമ്പോൾ അദ്ദേഹം നിലവിട്ട് നിലവിളിക്കുന്നതാണ് നമുക്കവിടെ കാണാൻ സാധിച്ചത്. ഹൃദയഭേദകമായിരുന്നു ഇന്നത്തെ മുണ്ടക്കയിലെ കാഴ്ച. ഓരോ ദിവസവും ഇനി നമുക്ക് കാണാൻ പോകുന്ന കാഴ്ചകൾ അത്തരത്തിലുള്ളതായിരിക്കും. ഇനി ജീവനോടെ ആരെയും കിട്ടുമെന്ന പ്രതീക്ഷ മുണ്ടക്കയിലും പുഞ്ചിരിമുട്ടയിലും വേണ്ട പ്രജിൻ. കാരണം ഞാൻ നേരിട്ട് ആ ഭാഗത്ത് പോയതാണ്, കണ്ടതാണ്. അവിടെ വീട് പോലും അവശേഷിക്കുന്നില്ല. കല്ലോട് കല്ല് ഈ ഉരുൾപൊട്ടലിൽ ജലം എടുത്തുകൊണ്ടുപോയിട്ടുണ്ട്. അതിനാൽ ഇനി അവിടെ ജീവനോടെ ആരെയെങ്കിലും പ്രതീക്ഷിക്കുന്നത് വൃഥാവിലാവും. ഇനി അവിടെ ആ മൺകൂനയ്ക്ക് കീഴെ, ആ കല്ലുകൾക്ക് കീഴെ, മരത്തടികൾക്ക് കീഴെ, കോൺക്രീറ്റ് സ്ലാബുകൾക്കടിയിലൊക്കെ തന്നെ മൃതദേഹങ്ങളുണ്ട്. പ്രജിൻ, ഇന്ന് ഏറ്റവും ഒടുവിലായി 3 മൃതദേഹങ്ങൾ ഒരു വീട്ടിൽ ഒരു മൃതദേഹം, ഒരു പള്ളിക്ക് ഉള്ളിൽ ഒരു ചെറുപ്പക്കാരന്റെ മൃതദേഹം. ഇത്രയും കണ്ടിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങുന്നത്. ഇന്ന് അവിടെ രക്ഷാപ്രവർത്തനത്തിൽ അത് വീണ്ടെടുക്കാൻ സാധിച്ചില്ല. ശ്രമകരമായ പണിയാണത്. കാരണം ഒരു വശത്ത് മണ്ണ് എപ്പോൾ വേണമെങ്കിലും ഇടിഞ്ഞു വീഴാം, ഒരു വശത്ത് മഴ പെയ്യുന്നു. അങ്ങനെ ഒരു വല്ലാത്ത അവസ്ഥ, വല്ലാത്തൊരു ടെറൈനുമാണ് അവിടെ. ഈ ഒരു സാഹചര്യത്തിൽ വലിയ ഹിറ്റാച്ച് പോലെയുള്ള സംഗതികൾ കൊണ്ടുവന്നേ അവിടെ നിന്നും അത് വീണ്ടെടുക്കാൻ സാധിക്കും. ഒരു പക്ഷേ നാളെ ആയിരിക്കും അതുണ്ടാകാൻ പോകുന്നത്. 282 പ്രജിൻ കണക്ക്. പക്ഷേ അത് 282 തന്നെ നിൽക്കില്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇന്ന് മുണ്ടക്കയിലും പുഞ്ചിരിമുട്ടയിലും ഞാൻ കണ്ട ആ ദൃശ്യങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ 282 നിൽക്കില്ല. ഇപ്പോഴും ഈ പുഴയിൽ അങ്ങിങ്ങ് മൃതദേഹങ്ങൾ ഈ ഫയർഫോഴ്സ് സംഘം തിരച്ചിലിൽ അവർക്ക് കിട്ടുന്നുണ്ട്. പ്രജിൻ, ഏറ്റവും പേടിപ്പെടുത്തുന്ന, ഭയപ്പെടുത്തുന്ന കാര്യം, സങ്കടപ്പെടുത്തുന്ന കാര്യം, ഈ ഉറ്റവരും ഉടയവരും അവർ ചൂരൽമലയിൽ വന്ന് നിന്ന് എവിടെയെങ്കിലും ഒറ്റപ്പെട്ട് കിടക്കുകയായിരിക്കും. തങ്ങളുടെ ബന്ധുക്കൾ, തങ്ങളുടെ കൂട്ടുകാർ, സുഹൃത്തുക്കളൊക്കെ അവർ തിരിച്ചു വരുമെന്ന് ഓർത്ത് അല്ലെങ്കിൽ അത് പ്രതീക്ഷിച്ച് ഈ ചൂരൽമലയിൽ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അക്കരക്കരയിലേക്ക് ഓരോ വണ്ടി വന്ന് നിൽക്കുമ്പോഴും അതിൽ നിന്നും ആളുകൾ ഇറങ്ങുമ്പോഴും ഓരോ ആളുകളും ഓടി വന്ന് നോക്കും. എന്റെ അച്ഛനുണ്ടോ, എന്റെ അമ്മയുണ്ടോ, എന്റെ സഹോദരങ്ങളുണ്ടോ എന്ന നോട്ടമാണ് അവിടെ നിന്നും കാണാൻ സാധിക്കുന്നത്. അതൊന്നും അവിടെ നിന്ന് കണ്ടുകൊണ്ട് നിൽക്കാൻ സാധിക്കില്ല പ്രജിൻ. അത്രയേറെ ഹൃദയം കീറി മുറിക്കുന്നതാണ്. ഈ സ്വത്തും സമ്പാദ്യവും ഒക്കെ പോട്ടെ, പക്ഷെ അതെല്ലാം ഇനിയും ഉണ്ടാക്കാമെന്നെങ്കിലും വിചാരിക്കാം. പക്ഷേ
ബാക്കിയുള്ളത് നഷ്ടപ്പെട്ടു പോയവർ ഒരിക്കലും തിരിച്ചു കിട്ടില്ല. ഇനി നാളത്തെ രക്ഷാപ്രവർത്തനത്തിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ബെയിലി പാലം അത് നാളെ കൊണ്ട് തന്നെ കരസേന പൂർത്തിയാക്കും. ശേഷം അതിലൂടെ വാഹനങ്ങളടക്കം കടത്തിവിടും. കൂടുതൽ വാഹനങ്ങൾ, അത് യന്ത്രങ്ങൾ അവിടേക്ക് എത്തിക്കുകയും ഈ മുണ്ടക്കൈയിലേക്കും അതോടൊപ്പം പുഞ്ചിരിവട്ടയിലേക്കും അവിടെ തെരച്ചിൽ നടത്തും, പരിശോധന നടത്തും. ഒപ്പം തന്നെ ഈ രക്ഷാ ദൗത്യ സംഘത്തെ അവിടേക്ക് കൂടുതലായി എത്തിക്കും, യന്ത്ര സാമഗ്രികൾ എത്തിക്കും, ഭക്ഷണ വസ്തുക്കൾ എത്തിക്കും. ആ തരത്തിൽ നാളെ ബെയിലിപ്പാലം പൂർത്തിയാകുന്നതോടുകൂടി ഇരു കരകളും തമ്മിലുള്ള ബന്ധം വീണ്ടും പുനഃസ്ഥാപിക്കും. ഈ ഇരു കരകളും തമ്മിലുള്ള ബന്ധം മുറിഞ്ഞ് ഈ ഉരുൾപൊട്ടലിലൂടെ മുറിഞ്ഞത് സൈന്യം പുനഃസ്ഥാപിക്കുമെങ്കിലും ഈ നഷ്ടപ്പെട്ടതൊന്നും തിരിച്ചു വരില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. ഒരു കാര്യം കൂടി പ്രജിൻ, ഈ സൈന്യം ഇന്ന് രക്ഷാദൗത്യം നടത്തുന്നതിനിടയിൽ അവർ നേരത്തെ സ്ഥാപിച്ചിരുന്ന ചെറിയ പാലത്തിന് മുകളിലൂടെ വീണ്ടും മലവെള്ളം കുത്തിയൊലിച്ചെത്തിയിരുന്നു, ഭീതി പടർത്തിയിരുന്നു. എങ്കിലും രക്ഷാദൗത്യത്തിന് ഇറങ്ങിയ സന്നദ്ധ പ്രവർത്തകരടക്കമുള്ളവർ എല്ലാം അവഗണിച്ചും ഇപ്പോഴും രക്ഷാപ്രവർത്തനത്തിൽ മുഴുകിയിരിക്കുകയാണ്. നാളെ ഈ ഡെത്ത് ടോൾ, അതായത് ഈ മരിച്ചവരുടെ സംഖ്യ അതിങ്ങനെ ഉയരുമോ എന്നുള്ളത് നെഞ്ചിടിപ്പേറ്റുന്നുണ്ട്. മുണ്ടക്കയും ഈ പുഞ്ചിരിവട്ടവും എന്താണ് ഉള്ളിൽ കരുതിയിരിക്കുന്നതെന്ന് നാളെ കാത്തിരുന്ന് കാണാം. തീർച്ചയായിട്ടും ശ്രീകാന്ത് പറഞ്ഞതുപോലെ മനസ്സ് മരവിച്ചു പോകുന്ന കാഴ്ചകൾ തന്നെയാണ് മുണ്ടക്കയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന ചൂരൽമല ഉൾപ്പെടെ ആ രീതിയിലുള്ള കാഴ്ചകൾ തന്നെയാണ് നമ്മൾക്ക് ഇന്ന് ലഭിച്ചതെല്ലാം.